പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CBSE +2 പിന്നെ BComല് 4th സെമ്മില് അവർക്ക് വരാൻ പോണേ ഉള്ളൂ. അവർക്കും ഉണ്ട് ഈ പോർഷൻസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് +2 ഫെബ്രുവരി 24-ാം തീയതിയാണ് CBSEയിലെ കുട്ടികൾക്ക് അക്കൗണ്ടൻസി പരീക്ഷ. ഏറ്റവും ആദ്യം അക്കൗണ്ടൻസി ആണ് തുടങ്ങുന്നത്. അവിടെ 6 മാർക്കിന് 8 മാർക്കായിരുന്നു, അതിപ്പോ 6 മാർക്കാക്കി. 6 മാർക്കിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റില് 3 പാർട്ടായിട്ടാണ് വരുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ആദ്യം വരുന്നത്, പിന്നെ വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, തേർഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ക്യാഷ് ഫ്ലോ ചെയ്യാനുള്ളത്. അപ്പൊ ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു പ്രധാന ഐറ്റം വേണം. എപ്പോഴും കുട്ടികൾക്ക് തെറ്റിക്കുന്നത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കുമ്പോഴാണ് തെറ്റിക്കുന്നത്. അവിടെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് മൊത്തം പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കെയർ ചെയ്ത് ചെയ്യണം, അതാണ് പറയുന്നത്. അതായത് കാൽക്കുലേഷൻ ഓഫ് NPBT, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം വച്ചാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് തുടങ്ങുന്നത്. അപ്പൊ ഓപ്പറേറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് എന്ത് വേണം? അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നമുക്ക് തരില്ല. മിക്കവാറും നമുക്ക് തരുന്നത് അവര് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് NPAT ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തരുന്നത്. ഒരു മെത്തേഡാണ് NPAT കേട്ടോ. സെക്കൻഡ് മെത്തേഡ് വേറെ ഉണ്ട് പറയാം. അപ്പൊ NPAT ആണ് മക്കൾക്ക് തരുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് NPBT ആണ്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ NPAT ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ആഫ്റ്റർ ടാക്സിന്റെ കൂടെ, ആ എമൗണ്ടിന്റെ കൂടെ ആഡ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ ഈ ആഫ്റ്റർ ടാക്സിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഡെബിറ്റഡ് ആസ് എക്സ്പെൻസസ്. എന്തെങ്കിലും എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ലെസ് റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഇത് രണ്ടും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നമ്മൾ ആഡ് ചെയ്യും. ഈ കിട്ടുന്ന ആൻസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? റീഫണ്ട് ഓഫ് ടാക്സ് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ക്രെഡിറ്റഡ് ആസ് ഇൻകം, അതും നമ്മൾ മൈനസ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഏത്? NPBT, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടേ നമുക്ക് ഓപ്പറേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേറൊരു മെത്തേഡും കൂടിയുണ്ട്. ചിലപ്പോൾ നമുക്ക് തരുന്നതേ ആഫ്റ്റർ ടാക്സ് ആയിരിക്കില്ല, സർപ്ലസ് എന്ന് പറഞ്ഞായിരിക്കും മക്കൾക്ക് തരണത്. സർപ്ലസ് അതായത് ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത് ക്ലോസിംഗും ഉണ്ടാകും, ഓപ്പണിംഗും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതായത് സർപ്ലസ് ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസിംഗില് നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ക്ലോസിംഗിലെ എമൗണ്ടിന്ന് ഓപ്പണിംഗിലെ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി അതിന്റെ കൂടെ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ടാകും, അതുപോലെ തന്നെ ലെസ് ചെയ്യാനും ഉണ്ടാകും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? NPBT കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അത് കാൽക്കുലേഷൻ കോളത്തിൽ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇവിടേക്ക് ആൻസർ മാത്രം എഴുതിയാലും മതി. അപ്പൊ ഓർത്ത് വെക്കാം, NPBT ആദ്യം ശരിയാക്കണമെങ്കിൽ നമ്മൾ ഇതാണ് അതിന്റെ മെത്തേഡ്. ആഫ്റ്റർ ടാക്സ് ആണ് തരുന്നതെങ്കിൽ പ്രൊവിഷൻ, ഇൻകം ടാക്സ് പ്രൊവിഷനും നമ്മൾ ആഡ് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഡെബിറ്റ് ചെയ്തത്, അതായത് എക്സ്പെൻസും ആഡ് ചെയ്യണം. പിന്നെ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് മൈനസ് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ക്രെഡിറ്റഡ് ആസ് ഇൻകം മൈനസ് ചെയ്യണം. അതൊരു മെത്തേഡ്. ചിലപ്പോൾ നമുക്ക് തരുന്നത് അതായത് സർപ്ലസ്
ക്ലോസിങ്ങും ഓപ്പണിങ്ങും ആയിരിക്കും. അപ്പൊ നമ്മൾ ക്ലോസിങ്ങിലെ സർപ്ലസ് ചെയ്യുന്ന ഓപ്പണിങ്ങിലെ സർപ്ലസ് മൈനസ് ചെയ്തിട്ട് ഇതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഡെബിറ്റഡ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് എക്സ്പെൻസ് ആഡ് ചെയ്യണം, ഇൻകം നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓപ്പറേറ്റിംഗ് ചെയ്യാൻ. പിന്നെ ഓപ്പറേറ്റിംഗ് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം എളുപ്പത്തില്. അപ്പൊ നമ്മള് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കാണാൻ പഠിച്ചു. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് അതായത് NPBT നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കഴിഞ്ഞിട്ട് അവിടെ മുതലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എഴുതും നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. അതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റം ഓർത്ത് വെക്കാം, നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. നോൺ ക്യാഷ് എക്സ്പെൻസസ്. ഈ നോൺ ക്യാഷ് എക്സ്പെൻസസ് ഏതാണെന്ന് ഞാൻ ഇവിടെ നമ്പർ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. 8 ഐറ്റം ആണ് നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അത് 8 ഐറ്റം അങ്ങോട്ട് പഠിച്ചു വച്ചോളൂ. അതായത് ആദ്യം വരുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ ഗുഡ് വില്ല്, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇത് അമോർട്ടൈസ്ഡ് ആയിരിക്കണം. അമോർട്ടൈസ്ഡ് എന്ന് പറഞ്ഞ വാല്യൂ കുറയുന്നത്. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ 2 കോളത്തിൽ അവർ എമൗണ്ട് തന്നിട്ടുണ്ടാകും, പ്രീവിയസ് ഇയറും കറന്റ് ഇയറും. അപ്പൊ നമ്മൾ നോക്കണം, കറന്റ് ഇയറിലാണ് എമൗണ്ട് കുറവെങ്കിൽ അതിനാണ് അമോർട്ടൈസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. കറന്റ് ഇയറിൽ കുറയുമ്പോ അമോർട്ടൈസ്ഡ്. അമോർട്ടൈസ്ഡ് നമ്മൾ ആദ്യ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻടാഞ്ചിബിൾ അസറ്റിനാണ് നമ്മൾ വാല്യൂ കുറയുമ്പോൾ അമോർട്ടൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ് വില്ലിനോ പാറ്റന്റ്സിനോ ട്രേഡ് മാർക്കിനോ വാല്യൂ കുറയുമ്പോൾ നമ്മളത് ഇവിടെ എഴുതും, ഓപ്പറേറ്റിംഗിൽ എഴുതും. ഇനി കറന്റ് ഇയറിൽ ഗുഡ് വില്ലിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അപ്പൊ ഓർത്ത് വെക്കാം ഗുഡ് വില്ല് പർച്ചേസ് ആണ്. അപ്പൊ നമ്മള് ഇവിടെ എടുക്കില്ല, പകരം നമ്മള് ഇനി ഇൻവെസ്റ്റിംഗ് ആണ് അടുത്ത ഫോർമാറ്റ്. ആ ഇൻവെസ്റ്റിംഗിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഗുഡ് വിൽ അമോർട്ടൈസ്ഡ് എന്ന് വെച്ചാൽ വാല്യൂ കുറയുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതും. ഗുഡ് വില്ലോ പാറ്റന്റ്സോ ട്രേഡ് മാർക്സോ ഒക്കെ വാല്യൂ കുറഞ്ഞാൽ നമ്മൾ അത് ഇവിടെ എഴുതും. നമുക്കത് ഇന്നർ കോളത്തിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അത് നേരിട്ട് ഇവിടെയൊക്കെ എഴുതാം. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോവിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോവിങ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ബോറോവിങ്സും അതിൽ പെടും, ലോങ് ടേം ബോറോവിങ്സും പെടും. പിന്നെ അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റും അതിൽ പെടും കേട്ടോ. അപ്പൊ അതും നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യണ ഐറ്റം ആണ്. പിന്നെ വരുന്നത് റൈറ്റിംഗ് ഓഫ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ മാത്രമല്ല, ഇതിന്റെ എക്സ്പെൻസസ് നമുക്ക് തന്നാലും കേട്ടോ. അതായത് എന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് പറഞ്ഞാലും അത് നമ്മൾ, അതായത് ഇതിന്റെ റൈറ്റിംഗ് കമ്മീഷനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് എന്ത് എക്സ്പെൻസ് വന്നാലും അത് നമ്മൾ ഇവിടെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പോലെ തന്നെയാണ് എടുക്കുന്നത്, ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റപ്പോ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ പ്രീമിയത്തിലാണ് റിഡീം ചെയ്തിരിക്കുന്നതെങ്കിൽ, തിരിച്ചു കൊടുത്തിരിക്കുന്നത് മേടിച്ചതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യണം. ഇത് കണക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം. ഇപ്പൊ ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോയുടെ മാർക്ക് നിങ്ങൾക്ക് പോകില്ല. അത് ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ലെസ് ചെയ്യാണ്. ലെസ് ചെയ്യുന്ന ഐറ്റം നോൺ ക്യാഷ് ഇൻകം ആണ് നമ്മൾ ലെസ് ചെയ്യുന്നത്. നോൺ ക്യാഷ് എക്സ്പെൻസസ് ആഡ് ചെയ്തു, നോൺ ക്യാഷ് ഇൻകം നമ്മൾ ലെസ് ചെയ്യും. അപ്പൊ നോൺ ക്യാഷ് ഇൻകം ഏതൊക്കെയാന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം, റെന്റൽ ഇൻകം, ഡിവിഡൻഡ് ഇൻകം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ എഴുതി നോക്കി, ഇവിടെ നമ്മൾ ലോസ് ആണ്, നമ്മൾ ഇവിടെ ഫിക്സഡ് അസറ്റ് വിറ്റപ്പോ വന്ന ലോസ് നമ്മൾ ആഡ് ചെയ്തു. പ്രോഫിറ്റ് ആണെങ്കിൽ, ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് മൈനസ് ആണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ആണ് ആഡ് ചെയ്തത്, ഇവിടെ ഡിക്രീസ് ഇൻ പ്രൊവിഷൻ നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ മക്കളെ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ സുഖമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് പോലെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെ കൂടെ ഈ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് മൈനസ് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതി മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അത് കണക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹെഡിങ്
മക്കൾ ഓർത്ത് വെക്കുക, ഈ ക്യാഷ് ഫ്ലോയ്ക്ക് ഓരോ ഹെഡിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇല്ലെങ്കിൽ ഓരോ ഹെഡിങ്ങും നിങ്ങൾ കൃത്യമായിട്ട് എഴുതുന്നില്ലെങ്കിൽ 1/2 മാർക്ക് വെച്ച് അവിടെ കുറച്ച് പോകും കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കേണ്ടത്, മാർക്ക് കുറയാതിരിക്കണമെങ്കിൽ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയ കണ്ടാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ആഡ് DCA ആൻഡ് ICL. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. DCA എന്ന് പറഞ്ഞ ഡിക്രീസ് ഇൻ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടും? സ്റ്റോക്ക് അല്ലേ, ഇൻവെന്ററീസ്, ബിൽസ് റിസീവബിള്, ഡെപ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള കറന്റ് അസറ്റ് എല്ലാം ഡിക്രീസ് ആയി നമ്മൾ എങ്ങനെയാ അറിയുന്നേ? നമുക്ക് 2 കൊല്ലത്തെ എമൗണ്ട് തരും, പ്രീവിയസ് ഇയറും കറന്റ് ഇയറും തരും. കറന്റ് ഇയറിൽ എമൗണ്ട് കുറവാണെങ്കിൽ അത് കുറഞ്ഞേക്കാണ്, കറന്റ് ഇയറിൽ കൂടിയേക്കാണെങ്കിൽ കൂടിയേക്കാണ്. അപ്പൊ കറന്റ് അസറ്റ് കുറയുമ്പോഴും അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസ് കൂടുമ്പോഴും നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത് കേട്ടോ. DCA ആൻഡ് ICL, ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റീസ്, അത് നമ്മൾ ആഡ് ചെയ്യും. ഇനി അതിന്റെ ഓപ്പോസിറ്റ്, ലെസ് ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോഴും. കറന്റ് ലയബിലിറ്റി ഏതൊക്കെയാ? ബിൽസ് പേയബിള്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അല്ലെ, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം ലയബിലിറ്റി ആണ്. കറന്റ് ലയബിലിറ്റീസിൽ പെടുന്നതാണ് ക്രെഡിറ്റേഴ്സ്. ഇതെല്ലാം കുറയുമ്പോൾ നമ്മൾ ലെസ് ചെയ്യും, കൂടുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും, ലയബിലിറ്റി കൂടുമ്പോൾ ആഡ് ചെയ്യും. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് കിട്ടും. ഇനി അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. അപ്പൊ ഓർത്ത് വയ്ക്കാം, 6 മാർക്കിന്റെ ഒരു ക്യാഷ് ഫ്ലോ 6 മാർക്കാണ്. ഈ ഓപ്പറേറ്റിംഗ് ആണ് മക്കൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ. ഒരുപാട് ഐറ്റംസ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് മാത്രമായിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യത കൂടുതലാണ് 6 മാർക്കിന് കേട്ടോ. അപ്പൊ വൃത്തിയായിട്ട് ഈ ഫോർമാറ്റ് പഠിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണക്ക് ചെയ്യാം. പിന്നെ മാത്രമല്ല, ഇനി അടുത്ത ഹെഡിങ് വരുന്നത് ഇൻവെസ്റ്റിംഗ് ആണ്. ഇൻവെസ്റ്റിംഗ് സുഖമാണ് പഠിക്കാൻ. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസും സെയിൽസും മാത്രമാണ്. ഇപ്പൊ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷിന്റെ ഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇൻഫ്ലോയും ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുമ്പോൾ ഔട്ട്ഫ്ലോയും ആണ്. അപ്പൊ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകാണ്, അപ്പൊ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എമൗണ്ട് ബ്രാക്കറ്റിലേ കാണിക്കുള്ളൂ. അപ്പോൾ മിഷനറി പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കാം, അത് എന്തായിരിക്കും? ഔട്ട്ഫ്ലോ ആയിരിക്കും. അത് സെയിൽ ചെയ്യുമ്പോൾ ഇൻഫ്ലോ ആണ്. അപ്പൊ ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസും സെയിൽസും ഒക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റിംഗിൽ വരുന്നത് കേട്ടോ. ഫിനാൻസിങ് അതിൽ എളുപ്പമാണ് പഠിക്കാൻ. ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒൺലി ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്, ഷെയറിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഷെയറും ഡിബഞ്ചറും, അതാണ് നമുക്ക് എവിടെ വരുന്നത്? ഫിനാൻസിങ്ങിൽ വരുന്നത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ ഓപ്പണിങ്ങിലെ ക്യാഷ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. ഈ ആൻസറിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്ലോസിംഗ് ക്യാഷ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കണക്ക് ശരിയാണോ അല്ലേ എന്നുള്ളത്. നമുക്ക് കിട്ടിയ ആൻസറിന്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ, ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും ഓപ്പണിംഗ് ക്യാഷ്, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്ലോസിംഗ് ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്തത് ശരിയായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇൻവെസ്റ്റിംഗിന്റെയും ഫിനാൻസിങ്ങിന്റെയും വ്യക്തമായിട്ട് ഞാൻ ഫോർമാറ്റ് എഴുതി തരാം. ഇതിന്റെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കാം. CBSE കുട്ടികൾക്കാണിത് എക്സാമിന് വരുന്നത്. ഫെബ്രുവരി 24-ാം തീയതിയാണ് അക്കൗണ്ടൻസി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസി ആണ് ഫസ്റ്റ് എക്സാം. അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ.